എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അറബിക് സ്വീറ്റാണ്. ഓവനൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി കിഡിലൻ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത്രയും ടേസ്റ്റി ആയില്ലേ കുനാഫ എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ആ സെയിം 3/4 കപ്പ് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനാട്ടോ. എന്നിട്ട് വീണ്ടും 2 ഏലക്കായ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ലെമൺ ജ്യൂസാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പരിവായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് കുനാഫ ഡോവ് ആട്ടോ വേണ്ടത്. ഈ കുനാഫ ഡോവ് ഇപ്പോൾ നമുക്ക് നാട്ടിലും സൂപ്പർ മാർക്കറ്റിലും ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആട്ടോ. നമ്മൾ കുനാഫ ഉണ്ടാക്കുന്നതിന് 2-3 മണിക്കൂർ മുൻപ് നമുക്കിത് പുറത്തേക്ക് എടുത്ത് വെക്കണം കേട്ടോ. ഇത് ശരിക്കും അതിൻ്റെ തണുപ്പൊക്കെ മാറി റൂം ടെമ്പറേച്ചറിൽ ആയി കഴിഞ്ഞാലേ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഈ പാക്കറ്റ് 500 ഗ്രാമിൻ്റെ കേട്ടോ. നമുക്കൊരു ചെറിയ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 250 ഗ്രാം മതി കേട്ടോ. അപ്പം നമുക്ക് ഈ പാക്കറ്റ് പൊട്ടിച്ച് ഇതിൻ്റെ പകുതി നമുക്ക് ഈ ഒരു കുനാഫ ഉണ്ടാക്കാൻ മതി കേട്ടോ. അപ്പം ഞാൻ ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഒരു പകുതി 250 നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പകുതി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് നമ്മൾ ആ കവറിൽ തന്നെ തിരിച്ച് നമുക്ക് ഫ്രീസറിലേക്ക് തന്നെ കീപ്പ് ചെയ്യാം. അത് ആ കവർ കളയാതെ സൂക്ഷിക്കുക, കാരണം നമുക്ക് എക്സ്പയറി ഡേറ്റ് ആ കവറിനകത്താണല്ലോ. അപ്പോൾ നമ്മൾ അതിൽ ബാക്കി കവർ ഫുൾ കവർ ആയില്ലെങ്കിൽ നമ്മൾ ക്ലീൻ റാപ്പൊക്കെ ചെയ്തിട്ട് നല്ലപോലെ ഫ്രീസറിൽ തന്നെ ഇത് സൂക്ഷിക്കണം കേട്ടോ. ഇനി നമ്മൾ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ച ഡോവ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം, ചെറിയ ചെറിയ പീസായിട്ട്. അതിന് ഭയങ്കര തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്യരുത്. ഇതുപോലെ ഒരു മീഡിയം സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യം 100 ഗ്രാം ബട്ടറാണ്. ഇത് അൺസാൾട്ടഡ് ബട്ടർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അത് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1 സ്പൂൺ കുറശേശം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് തന്നെ നല്ല പോലെ നമുക്കത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ബട്ടറും ഞാൻ പകുതി ആയിട്ട് ഒഴിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും കേട്ടോ നമുക്കിത് കിട്ടുന്നുണ്ടാവുക. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ കോൺഫ്ലോറും 1 ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂണാണ് മൈദ എടുക്കേണ്ടത്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ. അത് കഴിഞ്ഞ് 1/4 കപ്പ് പാല്. ഇനി നമുക്കിത് നല്ല പോലെ ഒരു സ്പൂൺ വെച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാതെ തരികളൊന്നും ഇല്ലാതെ നമുക്കിത് ഉടച്ചെടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലൊക്കെ പാലെടുക്കുമ്പോൾ നമ്മൾ ഫുൾ ഫാറ്റ് പാലെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ നല്ല പോലെ ഇളക്കുക, കാരണം കോൺഫ്ലോർ മൈദ പെട്ടെന്ന് അത് കുറുകി വരും. പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ ഷുഗർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയും തന്നെ ചേർത്താൽ മതി, കാരണം നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ ഓൾറെഡി മധുരം വരും. പിന്നെ 1 ടീസ്പൂൺ നമുക്ക് വാനില എസൻസ് ആണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. 1/2 കപ്പ് ചീസാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ, ക്രീം ചീസ്. ഇതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ സിമ്മിലിട്ടിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇതിലേക്ക് 1 മിനിറ്റിനുള്ളിൽ നമ്മൾ ക്രീം ചീസ് ഇതെല്ലാം കൂടി നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാൻ ആ നേരം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു കേക്ക് ടിന്നാണ്, 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണ് അവൈലബിൾ ഉള്ളത് അത് എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ തൂവി കൊടുക്കാം. ഇനി നമുക്ക് ബട്ടറൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ കുനാഫ ഡോവ് നമുക്ക് ഇതിലേക്ക് പകുതി ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിഭാഗം ആയതുകൊണ്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കണ ഈ ക്രീം നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന നമ്മൾ ഈ ഡോവ് നമ്മൾ അതിലേക്ക് ചേർക്കണം കേട്ടോ. ഇനിയുള്ളത് ചേർക്കുമ്പോൾ നമ്മൾ വല്ലാതെ പ്രസ് ചെയ്യരുത്. സൈഡിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി, സൈഡൊന്ന് ആക്കി കൊടുത്താൽ മതി. നടുവിൽ പ്രസ് ചെയ്യരുത്, കാരണം ക്രീം നമുക്ക് പുറത്തേക്ക് വരും. അത് കഴിഞ്ഞ് നമ്മൾ ആ പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് നമുക്കിത് വെക്കാം. ആ ഹോള് നമുക്കൊരു ഫോയിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ്സ് ഒരു മീഡിയം സിമ്മിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രം വെച്ചിട്ട് ഒന്ന് മറച്ചെടുക്കുക. അത് പയ്യെ നമ്മൾ ചെയ്യണേ, കാരണം അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഇല്ലാതെ രീതിയിൽ നമുക്ക് എടുക്കണം. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇനി അപ്പുറത്തെ സൈഡ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ചെറിയൊരു ബട്ടർ തൂവി കഴിഞ്ഞിട്ട് നമ്മളിത് പയ്യെ പ്ലേറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ 2 വശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്കൊരു ഭംഗിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ പിസ്ത കുറച്ച് കട്ട് ചെയ്തതും ബദാം കുറച്ച് കട്ട് ചെയ്തതാട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണം. നമ്മൾ റെഡിയാക്കി വെച്ച് ഷുഗർ സിറപ്പ് ഇതിലേക്ക് കുറച്ചേശ്ശെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ മധുരത്തിന് ആവശ്യമായ ഷുഗർ സിറപ്പാട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്.
ഇപ്പം നമ്മുടെ കുനാഫ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്വീറ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് മധുരം നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോ.